ചർമ്മ സംരക്ഷണം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തലമുടിയുടെ പരിപാലനവും. നമ്മൾ എത്രത്തോളം കരുതലോടെ മുടിയുടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നുവോ അത്രത്തോളം അനുകൂലമായ ഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും അല്ലേ. പാർശ്വഫലങ്ങളില്ലാത്ത പരിചരണ ഉൽപ്പന്നങ്ങളെയാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. പാർലറുകളിലും കടകളിലും ലഭ്യമായ വ്യത്യസ്ത ഹെയർ സ്പാ ഒരു പരിധിവരെ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയേക്കാവേ. എങ്കിലും അധികവും പ്രകൃതിദത്തമായ രീതികൾ സ്വീകരിക്കുന്നതാണ് ഉചിതം. കെമിക്കൽ രഹിത ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വെറും 4 ഇതൾ കൊണ്ട് 7 തന്നെ ഹെയർ മാസ്കുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മുടെ ചെമ്പരത്തി പൂവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചർമ്മ സംരക്ഷണത്തിനും തലമുടി പരിചരണത്തിനും ഏറെ ഗുണപ്രദമാണല്ലേ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്. പ്രകൃതിദത്തമായ ആൻറ്റി ഏജനിങ് സവിശേഷതകൾ ചെമ്പരത്തിക്കുണ്ട് കേട്ടോ. കരുത്തുറ്റ തിളക്കമാർന്ന തലമുടി നൽകാനും ഇതിന് കഴിയുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ചെമ്പരത്തിയും നമ്മുടെ വെളിച്ചെണ്ണയും ചേർന്നിട്ടുള്ള ഹെയർ മാസ്കാണ് കേട്ടോ. ഞാൻ ഇത് നമ്മുടെ വീഡിയോസിൽ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ പറ്റുന്നതാണ്. ചെമ്പരത്തി ഇതളുകൾ അരച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് തലയിൽ തേക്കാം. അത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇത് നമ്മൾ അരിച്ചെടുക്കാത്തത് കാരണം ചിലപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെ വേസ്റ്റൊക്കെ, അതായത് ചെറിയ ചെറിയ പൊടികൾ നല്ലവണ്ണം അരഞ്ഞില്ല എങ്കിൽ അതിൻ്റെ പൊടികളൊക്കെ ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. അത് ഉണങ്ങുമ്പോൾ തന്നെ പോകും. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്ത രണ്ടാമത്തെ മാസ്ക് എന്ന് പറയുന്നത് ചെമ്പരത്തി ഉള്ളി എണ്ണയും ചേർന്നിട്ടുള്ള ഒരു ഹെയർ മാസ്കാണേ. 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തി അരച്ചതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉള്ളി എണ്ണ ചേർത്തിളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിഴകളിലും പുരട്ടാം. 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളി സാധാരണ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ചൂടാക്കി കഴിഞ്ഞാൽ അതിലുള്ള സൾഫേറ്റ്, അതായത് സൾഫർ കണ്ടൻറ്റ് നഷ്ടമാകും. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് അതിൻ്റെ ഗുണം കിട്ടണമെന്നില്ല. അതുകൊണ്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം അത് ഒരു പകുതി തണുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളിയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അടുത്ത മൂന്നാമത്തെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ചെമ്പരത്തി കറിവേപ്പില ഹെയർ മാസ്കാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തി അരച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ഉണക്കി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഇളക്കി നമുക്ക് തലമുടിയിലും പുരട്ടി കൊടുക്കാം. 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് അരച്ചിട്ട് നല്ലവണ്ണം അരച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒരു ടേബിൾ സ്പൂൺ അരച്ച് അതും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞത് ഉണക്കി പൊടിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് പച്ചയ്ക്ക് തന്നെ നല്ലവണ്ണം അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൈര് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ തൈര് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. തണുപ്പ് അധികം പ്രശ്നമായിട്ടുള്ളവർക്ക് തൈര് സ്കിപ്പ് ചെയ്യാവുന്നതാണേ. അടുത്ത് നമ്മളുടെ ചെമ്പരത്തി കറ്റാർ വാഴ മാസ്കാണ് കേട്ടോ. ചെമ്പരത്തി എന്ന് മാത്രം പറയാൻ കാരണം ഇതിൽ ചെമ്പരത്തി പൂവോ ചെമ്പരത്തിയുടെ ഇലയോ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തി പൂവ് അരച്ചതോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല അരച്ചതോ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറ്റാർ വാഴ ജെല്ല് ചേർത്ത് ഇളക്കിയിട്ട് തലമുടിയിൽ പുരട്ടി കൊടുക്കാം. ഇത് സ്കാൽപ്പിലും പുരട്ടാവുന്നതാണ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് അരച്ചിട്ട് അതേപടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അരച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുത്തിട്ട് അതിലേക്ക് കറ്റാർ വാഴ ജെല്ലും കൂടെ ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത് ചെമ്പരത്തി നെല്ലിക്ക മാസ്കാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തി ഇല അരച്ചെടുത്തതിലേക്ക് 2 സ്പൂൺ നെല്ലിക്ക പൊടി ചേർത്ത് ഇളക്കി തലയിലേക്ക് പുരട്ടി കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. നമ്മുടെ നെല്ലിക്കയുടെ പൊടി ഇല്ല എങ്കിൽ നമുക്ക് പച്ച നെല്ലിക്ക കിട്ടത്തില്ലേ, ആ നെല്ലിക്ക കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് അരച്ച് നല്ലവണ്ണം പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കണം. അതരച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഹെയർ മാസ്കുകളാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടുന്നതായിരിക്കും.
അടുത്ത പ്രധാനപ്പെട്ട, അതായത് എല്ലാവർക്കും ചെയ്യാവുന്ന അടുക്കളയിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ചെമ്പരത്തി ഉലുവ ഹെയർ മാസ്ക്. 1 ടേബിൾ സ്പൂൺ ചെമ്പരത്തി ഇലയോ പൂവോ എടുത്തിട്ട് അത് നല്ലവണ്ണം അരച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കി തലയോട്ടിയിലും മുടിയിഴകളിലും പുരട്ടി കൊടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഉലുവ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിത് അരിച്ച് മാറ്റിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നമ്മുടെ ഉലുവയുടെ വേസ്റ്റ് നമ്മുടെ തലയോട്ടിയിൽ അടിഞ്ഞു കൂട്ടിയിട്ട്, അതായത് നമ്മൾ കഴുകി കളയുമ്പം വൃത്തിയായില്ല എങ്കിൽ ഉലുവയുടെ വേസ്റ്റൊക്കെ അവിടെ ഇരിക്കുന്നതായിരിക്കും. അത് വേറെ എന്തെങ്കിലും, അതായത് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടും ചൊറിച്ചിലിനും കാരണമാകും. അതുകൊണ്ട് നമ്മുടെ ഉലുവ പേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് പേക്ക് ചെയ്താലും ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അരിച്ച് എടുക്കുക. അല്ല എങ്കിൽ ഉലുവ പൊടിച്ചതോ ഉലുവ മുഴുവനായിട്ട് ചേർക്കാതെ ഉലുവയുടെ വെള്ളം, അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1 സ്പൂണോ 2 സ്പൂണോ നമ്മുടെ ആവശ്യത്തിന് ഉലുവ ഇട്ടിട്ട് ആ വെള്ളം ചേർത്ത് നമുക്ക് ഈ ഹെയർ മാസ്ക് അരച്ചെടുക്കാം. അത് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് അധികം സ്ട്രെസ് കൊടുക്കാതെ തന്നെ നമുക്കത് കഴുകി കളയാൻ പറ്റും. പക്ഷേ നമ്മൾ അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ അത് കുറച്ച് പാടായിരിക്കും നമ്മുടെ മുടിയിൽ നിന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹെയർ മാസ്കുകൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ മുടിയുടെ വളർച്ച നല്ല രീതിയിൽ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ മുടിയുടെ വേരുകൾക്ക് നല്ല ബലം കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുടി നന്നായി വളരാൻ പലരും മുടി ട്രിം ചെയ്യാറുണ്ടല്ലേ? എന്നാൽ എത്ര നാൾ കൂടുമ്പോഴാണ് മുടി വെട്ടിക്കൊടുക്കേണ്ടത്, അല്ല എങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. മുടിയുടെ സ്റ്റൈലും ഘടനയും അനുസരിച്ചാണ് മുടി മുറിക്കുന്നത് തീരുമാനിക്കേണ്ടത് കേട്ടോ. മുടിയുടെ അറ്റം പിളർന്നിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ആണ് നമ്മുടെ മുടി വെട്ടിക്കൊടുക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള മുടിയായിരിക്കും അല്ലേ? കട്ടിയുള്ളത്, ചുരുണ്ടത്, നീളമുള്ളത്, അങ്ങനെ വ്യത്യസ്തമായിരിക്കും. കട്ടി കൂടുതലുള്ള മുടിയാണെങ്കിൽ ഹെയർ തിന്നിങ് എന്ന ഒരു മെത്തേഡുണ്ട്, അത് ചെയ്യാവുന്നതാണേ. കട്ടി കൂടുതലുള്ള മുടിയുള്ളവർ ചെയ്യുന്ന രീതിയാണിത്. മുടിയുടെ കട്ടി കുറച്ച് മുടിക്ക് ഒതുക്കം നൽകാനായി അകം ഭാഗത്ത് നിന്ന്, അതായത് ബാക്ക് സൈഡിൽ നിന്ന് മുടി വെട്ടിക്കളയും. ഹെയർ തിന്നിങ് കത്രിക കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ബോബ് കട്ട് അല്ലെങ്കിൽ ക്രോപ്പ് കട്ട് തുടങ്ങിയവ ചെയ്തവർ 3 മുതൽ 4 ആഴ്ച കൂടുമ്പോൾ മുടി വെട്ടിയാൽ മാത്രമേ അതിൻ്റെ ശരിയായ ഘടന നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നീളമുള്ള മുടിയുള്ളവർ 4 മാസം കൂടുമ്പോൾ മുടി വെട്ടണം. മുടി അധികം പറന്ന് കിടക്കാതിരിക്കാൻ സിറം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വെളിച്ചെണ്ണ, റോസ്മേരി ഓയിൽ എന്നിവയും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മൃദുത്വവും തിളക്കവുമുള്ള മുടി ലഭിക്കാൻ ഇത് സഹായിക്കുകയും. മുടി ട്രിം ചെയ്തത് കൊണ്ട് മാത്രം മുടി വളരില്ല കേട്ടോ. പകരം ശരിയായ രീതിയിലുള്ള സ്കാൽപ്പ് മസാജും കൂടെ നമ്മൾ നൽകാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടി മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നും നോക്കേണ്ട ആവശ്യമില്ല. മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ, മുടിയുടെ അറ്റം ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് മാറുകയും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് സ്റ്റാർട്ടായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് തന്നെ മുടി കട്ട് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അല്ല എങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് മുകളിലേക്ക് വരാനും മുടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ആ കാര്യം മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.